വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. വളരെ എളുപ്പത്തിൽ ഒരു ഇറച്ചിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല കറക്റ്റ് പാകത്തിൽ വെന്ത് ഉടഞ്ഞു പോവാതെ അതുപോലെ നല്ല പാകത്തിലുള്ള വേവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റോട് കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ നോക്കുക. നമ്മളത് കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കാനും മറക്കരുത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഇതുപോലെയുള്ള വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വേണം ഈ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട്, എന്നാലേ അതിന് ശരിക്കുള്ള ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ബിരിയാണിക്കൊക്കെ ആക്കുന്ന ആ ഒരു വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ ആക്കിയെടുക്കേണ്ടത്. ഇത് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, മല്ലി, പുതിന അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ബീഫിൽ തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ബീഫ് വേവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾ വാങ്ങിക്കുന്ന ബീഫിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ടൈം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 വിസിലാണ്. 3 വിസിൽ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ തുറന്നിട്ടുണ്ട്. എനിക്കിപ്പം ബീഫ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ ബീഫിൽ നിന്ന് വെള്ളം വേറെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പൊന്നി അരിയാണ്. 1 കപ്പ് പൊന്നി അരി ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ആ അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഞാനിപ്പം ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്, പച്ചവെള്ളമല്ല, ആ കാര്യം ശ്രദ്ധിക്കുക. അതിലേക്ക് 1 കപ്പ് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള പൊന്നി അരി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ബീഫിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു വെള്ളം, ഇതിലാണ് നമ്മുടെ അരി വേവാനായിട്ട് പോകുന്നത്. അരി നന്നായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. അത്രേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കുക്കറിൻ്റെ ആവി പോക്കിയിട്ട് നിങ്ങൾ കുക്കർ തുറക്കണം. കാരണം ഓൾറെഡി നമ്മുടെ ബീഫ് വെന്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ സമയം വെച്ചാൽ ബീഫും ചോറും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു വിസിൽ വന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ വിസിലിനകത്തുനിന്ന് ആവിയെല്ലാം പോക്കിയിട്ട് അപ്പം തന്നെ തുറന്നിട്ടുണ്ട്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു വെറ്റായ പോലെ ഇങ്ങനെ ഒട്ടുന്ന പോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഒന്ന് ചൂട് വിട്ട് നിൽക്കുമ്പോഴേക്കും അത് അരിയൊക്കെ വേറെ വേറെ ആയിട്ട് നല്ല പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിലാണുള്ളത്. നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. അതിൻ്റെ ആവശ്യം വരില്ല. ഈ ഒരു പാകത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതാ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചൂട് കളഞ്ഞപ്പോൾ കറക്റ്റ് നമ്മുടെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. സാധാരണ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രമേ നമുക്ക് ഇതിനായിട്ട് വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.